ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മേ ശരണം, ദേവി ശരണം. ഇന്ന് നമ്മൾ ചക്കുളത്തുകാവ് പൊങ്കാല ഇടാനായിട്ട് പോവുകയാണ്. ചക്കുളത്തുകാവ് അമ്പലത്തിൽ പൊങ്കാലയ്ക്കായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ പൊങ്കാലയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി രാവിലെ പൊങ്കാല ഇടാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ എല്ലാവരും അടുപ്പൊക്കെ കൂട്ടി എല്ലാവരും ഇരിക്കുകയാണ്. രാവിലെ വെളുപ്പിന് നല്ല മഴയായിരുന്നു. അമ്മയുടെ അനുഗ്രഹം കാരണം ഇപ്പം മഴയൊന്നുമില്ല. എല്ലാവരും ഇതുപോലെ ദീപം കത്തിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അമ്പലത്തിൽ നിന്ന് നമുക്ക് അറിയിപ്പ് കിട്ടുന്ന സമയത്താണ് നമ്മൾ ദീപം തെളിയിക്കുക. അങ്ങനെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഇനി ആദ്യം തന്നെ നമ്മൾ ഗണപതി ഒരുക്കിനുള്ള സാധനങ്ങൾ വെക്കുകയാണ്. അവൽ, അതുപോലെ തന്നെ മലര്, പിന്നെ കൽക്കണ്ടം, മുന്തിരി, പഴം, അതുപോലെ തന്നെ വെറ്റിലയിൽ നാണയം ഒക്കെ വെച്ചു. ഇനി നമ്മൾ അടുത്തായിട്ട് പൊങ്കാല കലമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു മാല കെട്ടുകയാണ്. പൊങ്കാല കല അലങ്കരിക്കുകയാണ്. അങ്ങനെ മാലയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് അറിയിപ്പ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയെല്ലാം നമ്മൾ ഒരുങ്ങി ദേവിയുടെ അറിയിപ്പിനായിട്ട് കാത്തിരിക്കാം. അങ്ങനെ അവിടുന്ന് അറിയിപ്പ് കിട്ടിയ സമയത്ത് നമ്മളിതുപോലെ പ്രാർത്ഥിച്ച് അമ്മേ ശരണം, ദേവി ശരണം എന്ന നാമം ജപിച്ചുകൊണ്ട് നമ്മൾ പൊങ്കാല കലം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ദീപം തെളിയിക്കുകയാണ്. നമ്മൾ അമ്മയുടെ നാമം ജപം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ദീപമൊക്കെ കത്തിച്ചു എല്ലാവരും. അങ്ങനെ ഇനി വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ പൊങ്കാലക്കലം അടുപ്പിൽ അമ്മേ ശരണം, ദേവി ശരണം എന്ന നാമജപത്തോടു കൂടി നമ്മൾ പൊങ്കാല കലത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ പൊങ്കാല കലത്തിൽ വെള്ളമൊക്കെ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി കഴുകിയിടണം. അപ്പം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അമ്മേ ശരണം, ദേവി ശരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അരിയൊക്കെ ഇട്ട് അരി നന്നായിട്ട് തിളച്ച് തൂവിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് തൂവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു അനുഭൂതിയാണ്. ഈശ്വരാനുഗ്രഹത്താൽ അതെല്ലാം നന്നായിട്ട് തിളച്ചൊക്കെ തൂകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിയൊക്കെ ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ നമ്മളിലുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്നത്. ഇനി തിളച്ച് വന്ന് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് അരി വെന്ത് വന്ന സമയത്ത് നമ്മൾ ഇനി ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കരയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഈ കലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത്, അരമുറി തേങ്ങയും കൂടെ ചിരകിയത് നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കൽക്കണ്ടവും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെയ്ക്കകത്ത് കാഷ്യൂവും തേങ്ങാക്കൊത്തും മുന്തിരിയെല്ലാം കൂടെ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഏകദേശം പായസത്തിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി, ചുക്കുപൊടി അതുമെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിലേക്ക് നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വല്പം മുന്തിരി, ഇത് കൽക്കണ്ടം ഉണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഏകദേശം നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് അടച്ച് വെക്കുകയാണ് ദേവിക്ക് സമർപ്പിക്കാനായിട്ട്. ദേവി വന്നത് അമ്പലത്തിൽ നിന്ന് നമ്മുടെ തിരുമേനികൾ വന്ന് അത് തളിക്കുന്നതാണ്. അപ്പം നമ്മൾ വാഴയിലയൊക്കെ വെച്ച് തവി കൊണ്ട് അടച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ
ദേവിക്ക് വേണ്ടി കാത്തിരിപ്പിൻ്റെ നിമിഷമാണ്. അങ്ങനെ നമ്മുടെ ദേവി എത്തിയിട്ടുണ്ട്. നമ്മുടെ പൊങ്കാല സമർപ്പിച്ച് ദേവിയേക്ക് നമ്മൾ പൊങ്കാല അർപ്പിക്കാനായിട്ട് തളിക്കാനായിട്ട് അമ്പലത്തിൽ നിന്ന് ദേവിയായിട്ട് എഴുന്നള്ളിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ തളിച്ച് നമ്മൾ ധന്യമായി. അങ്ങനെ പൊങ്കാലയൊക്കെ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മയുടെ അനുഗ്രഹം, ചക്കുളത്ത് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.